എല്ലാവർക്കും PSC പനോരമയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള PSC ഉടൻ തന്നെ നടത്താൻ പോകുന്ന LDC പരീക്ഷയ്ക്കും അതുപോലെ LSG പരീക്ഷകൾക്കൊക്കെ വേണ്ടി വളരെ സീരിയസ് ആയിട്ട് തയ്യാറെടുക്കുകയാണെന്നറിയാം. ഞാൻ ഇന്നൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. പല കുട്ടികളും PSCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും നമ്മളോട് ചോദിക്കാറുള്ള ഒരു സംശയമാണ്, അല്ലെങ്കിൽ പറയാറുള്ള പരാതിയാണ്, സാർ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു, പഠിച്ചത് മറക്കുന്നു, അത് ഓർത്തിരിക്കാൻ എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ? ഓർത്തിരിക്കാൻ കുറുക്കുവഴിയില്ല, എളുപ്പവഴിയില്ല, പക്ഷെ നേരായ ചില വഴികൾ ഉണ്ട് എന്നുള്ളതാണ്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ പഠിക്കുന്ന കാര്യത്തെ അത്യുത്സാഹത്തോടു കൂടി പഠിക്കുക. പഠിക്കുന്നതിനെ ഉത്സാഹഭരിതമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പഠനം എന്നുള്ളത് നമ്മുടെ ജോലിയല്ല, അത് നമ്മുടെ ഹോബിയാണ് എന്ന് വിചാരിക്കുക. സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഒരാളിന് അതിവിചിത്രമായ ഒരു സ്റ്റാമ്പ് കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാകും. കോയിൻ കളക്ട് ചെയ്യുന്ന ഒരാളിന് BC-യിൽ റോമൻസ് കേരളത്തിൽ വന്നപ്പോൾ അവർ കേരളത്തിൽ ഉപേക്ഷിച്ച് പോയ ഒരു കോയിൻ കിട്ടുന്നു, വളരെ കൂടുതൽ സന്തോഷം ഉണ്ടാകും. അതുപോലെ വിജ്ഞാനത്തെ ശേഖരിക്കുന്നതിനെ ഹോബിയാക്കുക. പക്ഷെ വിജ്ഞാനത്തെ ശേഖരിക്കേണ്ടത് നമ്മുടെ ഓർമ്മയുടെ താളുകളിലായിരിക്കണം. അറിവിൻ്റെ ചക്രവാളത്തിൻ്റെ ഓരോ വികാസവും നമുക്കപ്പോൾ സന്തോഷം തരും. അറിവിനെ ശേഖരിക്കുന്നതിനെ ഹോബിയാക്കുക. ബുക്കിലല്ല, നോട്ട്ബുക്കിലല്ല, ഏതെങ്കിലും ആൽബത്തിലല്ല. അറിവിനെ ശേഖരിക്കേണ്ടത് നമ്മുടെ ഓർമ്മയുടെ താളുകളിലാണ്. അതിനെ ഹോബിയാക്കുക. അതുകൊണ്ട് നമ്മുടെ ഓരോ പുത്തൻ അറിവും നമുക്ക് സന്തോഷം തരണം. അത്യുത്സാഹത്തോടു കൂടിയായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ജോലി വിജ്ഞാന സമ്പാദനം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് പഠിക്കുന്നത്. പഠനം നമ്മുടെ ഹോബിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമത്തത്, പഠിച്ച കാര്യങ്ങളെ മനനം ചെയ്യുക എന്ന് പറയും. മനനം ചെയ്യാൻ പറ്റുന്നവരായതുകൊണ്ടാണ് നമ്മളെ മനുഷ്യൻ വിളിക്കുന്നത്. മനനം ചെയ്യാനുള്ളൊരു മാർഗം ഞാൻ പിന്നീട് പറയാം. നമ്മളൊരു കാര്യം വായിച്ചു, ഒരു പേജ് നമ്മൾ വായിച്ചു, ഒരു റാങ്ക് ഫയലിൻ്റെ ആയിക്കോട്ടെ, നമ്മൾ ക്ലാസ്സിൽ നിന്ന് എഴുതിയെടുത്ത നോട്ട്സ് ആയിക്കോട്ടെ, നമ്മൾ ഒരു പേജ് വായിച്ചു. അത് നമ്മൾ വീണ്ടും വീണ്ടും ഒരുപാട് തവണ വായിച്ചുകൊണ്ടിരുന്നുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നമ്മുടെ ചുണ്ടിൻ്റെ മസിലുകളും നാക്കിൻ്റെ മസിലുകളും ചലിച്ചുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് വട്ടം എഴുതി പഠിക്കും, ഒരുപാട് തവണയൊക്കെ എഴുതി പഠിക്കും ആൾക്കാർ, ഒരു ഗുണമില്ല. കൈയുടെ വിരലിൻ്റെ മസിലുകൾ വെറുതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മൾ ആ പഠിച്ച കാര്യം ഒരു 5 മിനിറ്റ് നമ്മൾ ഒരു പേജ് വായിച്ചിട്ട് അത് അവിടെ നിന്ന് മടക്കി വെച്ച് നമ്മൾ ഇപ്പുറത്തോട്ട് മാറിയെന്ന് ആ പഠിച്ച കാര്യങ്ങളെ ഒന്ന് ഓർത്തു നോക്കുക. അങ്ങനെ നമ്മൾ ഓർത്തു നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ കോശങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. കൈയുടെ വിരലിലെ മസിലുകളല്ല, നാവിലെയോ ചുണ്ടിലെയോ മസിലുകളല്ല. നമ്മൾ പഠിച്ച കാര്യത്തെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങളെ വീണ്ടും 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 നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുക. ഇതിന് പറയുന്ന പേരാണ് മനനം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മനനം നമ്മുടെ പഠനത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ളൊരു വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി അതിനു മുമ്പ് മൂന്നാമത്തെ കാര്യം, പഠിച്ച കാര്യം റിപ്പീറ്റ് ചെയ്യുക. എല്ലാ ദിവസവും റിപ്പീറ്റേഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം. അതായത് ഒരു ദിവസം നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ പോയി പഠിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ പഠനം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്ന് മിനിമം 5 മണിക്കൂർ നിങ്ങൾ പഠിച്ചിരിക്കണം. ചില ആൾക്കാർ 10 മണിക്കൂർ 12 മണിക്കൂർ എന്നൊക്കെ പറയും. അത്തരം ജിംനാസ്റ്റിക് ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. മിനിമം 5 മണിക്കൂർ നിങ്ങളും പുസ്തകവുമായിട്ട് അല്ലെങ്കിൽ നോട്ട്ബുക്കുമായിട്ട് ഉണ്ടാകണം. ആ സമയം വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയും വേണം. ആ 5 മണിക്കൂറിൽ 2.25 മണിക്കൂർ നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണം. 2.25 മണിക്കൂർ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയും ഉപയോഗിക്കണം. ഓരോ ദിവസവും നിങ്ങൾ പ്രോപ്പറായ വഴിയിലാണോ പഠിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടൊരു ലിറ്റ്മസ് ടെസ്റ്റ് ഉണ്ട്. ഓരോ ദിവസവും വൈകിട്ട് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഇന്നലെ വൈകിട്ട് രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് ശേഷം ഇന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി എൻ്റെ അറിവിൻ്റെ ചക്രവാളത്തിലേക്ക് പുത്തൻ എത്ര അറിവിൻ്റെ ശകലങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. 200 എന്നാണ് ഉത്തരമെങ്കിൽ നമ്മൾ പ്രോപ്പറായ ചാനലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമുക്ക് ഇന്ത്യയുടെ തലസ്ഥാനം അറിയില്ലായിരുന്നു, ഇപ്പൊ അറിയാം. ഇന്നലെ നമുക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പാകിസ്ഥാന്റെ തലസ്ഥാനം അറിയില്ലായിരുന്നു, ഇപ്പൊ അറിയാം. ഇന്നലെ നമുക്ക് നേപ്പാളിന്റെ തലസ്ഥാനം അറിയത്തില്ലായിരുന്നു. നമ്മുടെ സിലബസിനകത്ത് ലോക രാജ്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലായി.
ഇന്നലെ അറിഞ്ഞുകൂടാത്ത കൊച്ചു കൊച്ചു ഇൻഫർമേഷൻസ് ആണെങ്കിൽ പോലും നമുക്ക് പുതിയ 200 കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എങ്കിൽ നമ്മൾ പ്രോപ്പർ ചാനലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ ദിവസവും 200 കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് 200 കാര്യങ്ങൾ ഓർമ്മ നിൽക്കുമോ? എല്ലാ ദിവസവും നമ്മൾ 2.25 മണിക്കൂർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് 200 കാര്യങ്ങൾ പഠിച്ചു, അത് എത്രത്തോളം മനസ്സിൽ കയറിയോ, എത്രത്തോളം ഓർമ്മയിൽ പതിഞ്ഞു, അത്രത്തോളം പതിഞ്ഞാൽ മതി. കാരണം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 മണിക്കൂർ പഠിക്കുക, അതിൽ 2.25 മണിക്കൂറും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി നിങ്ങൾ മനനം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. മനനം ചെയ്യാൻ ഉള്ള ഒരു പരീക്ഷയ്ക്ക് നമുക്ക് വളരെ കൂടുതൽ പ്രയോജനം ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് മൈക്രോ നോട്ട് എന്ന് പറയും. മൈക്രോ നോട്ട്സ് എഴുതുക. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് റാങ്ക് ഫയലുകളുണ്ട്. ഈ റാങ്ക് ഫയലുകളൊക്കെ 3ഉം 4ഉം ബുക്കുകളായിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. 2000-ൽ കൂടുതൽ 3000-ഓളം പേജുകളുള്ള റാങ്ക് ഫയലുകളുണ്ട്. ഇതൊക്കെ പരീക്ഷയുടെ തലയാഴ്ച നമുക്ക് വായിക്കാൻ പറ്റൂ. ഒരാഴ്ച നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നു. ഈ റാങ്ക് ഫയലുകളൊക്കെ വായിക്കാൻ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുമോ? ആ സമയത്ത് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളുടെ മൈക്രോ നോട്ട് ഉണ്ടാക്കുക. നമ്മുടെ സിലബസിലെ ഓരോ ടോപ്പിക്കുകളെയും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സിലബസിലെ ഒരു ടോപ്പിക്കാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. അപ്പൊ ഗവൺമെന്റ് ഘടകങ്ങൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു ഫയൽ ഓപ്പൺ ചെയ്യുക. ഒരു പേപ്പർ എടുത്തു, ആ പേപ്പറിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് എഴുതി, ഫയൽ ഓപ്പൺ ആയി. ഇനി പ്രസിഡന്റിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും അവിടെ ആഡ് ചെയ്യണം. രായസം എഴുതുന്ന പോലെ പകർത്തി എഴുതുകയല്ല ചെയ്യേണ്ടത്, മൈക്രോ നോട്ടുകളായിട്ടാണ് എഴുതേണ്ടത്. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്ന അനുച്ഛേദം ഏതാണ്? 61 എഴുതി, ആർട്ടിക്കിൾ 61. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ട കാരണം എന്താണ്? ഭരണഘടനയുടെ ലംഘനം, വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ ലംഘനം. അടുത്ത മൈക്രോ പോയിന്റ്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പ്രമേയം പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ആരംഭിക്കേണ്ടത്? ലോക്സഭ ഓർ രാജ്യസഭ? ലോക്സഭയിലും ആരംഭിക്കാം, രാജ്യസഭയിലും ആരംഭിക്കാം. ലോക്സഭയിലും ആരംഭിക്കാം, രാജ്യസഭയിലും ആരംഭിക്കാം. ഇവിടെ നമ്മൾ ഓർക്കും, വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യാനുള്ള പ്രമേയം രാജ്യസഭയിൽ മാത്രമേ ആരംഭിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, LS ഓർ RS അടുത്ത പോയിന്റ്. ഇനി ഏത് സഭയിലാണോ ആരംഭിക്കുന്ന ആ സഭയെ ഇനിഷ്യേറ്റിംഗ് സഭ എന്ന് വിളിക്കും, മറ്റേ സഭയെ ഇൻവെസ്റ്റിഗേറ്റിംഗ് സഭ എന്ന് വിളിക്കും. അടുത്ത പോയിന്റ് ഇനിഷ്യേറ്റിംഗ് ഹൗസ്, അടുത്ത പോയിന്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹൗസ്. അടുത്ത പോയിന്റായി. ഇത് ഭരണഘടനയിൽ ഈ പേരുകൾ പറയുന്നില്ല. ഇനി ഏത് സഭയിൽ ആരംഭിച്ചാലും ആ സഭയിലെ മൊത്തം അംഗങ്ങളുടെ 4/1 അംഗങ്ങൾ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ അനുകൂലിക്കുന്നതായി പേരെഴുതി ഒപ്പിട്ട ഒരു നോട്ടീസ് പ്രസിഡന്റ് നൽകി 14 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആരംഭിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എഴുതണം 1/4 മെമ്പേഴ്സ്, 4/1 അംഗങ്ങൾ. അടുത്ത പോയിന്റ്, അടുത്ത മൈക്രോ പോയിന്റ് 14 ദിവസത്തെ നോട്ടീസ്. ഇത്തരത്തിൽ മൈക്രോ പോയിന്റുകളായിട്ട് എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ 61 എന്ന നമ്പർ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിന്റെ നടപടിക്രമം വിശദീകരിക്കുന്ന അനുച്ഛേദമാണ് 61. അത് നമ്മൾ മനസ്സിൽ ചിന്തിക്കും. ലോക്സഭ ഓർ രാജ്യസഭ, LS ഓർ RS, അത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പ്രമേയം ലോക്സഭയിലും ആരംഭിക്കാം, രാജ്യസഭയിലും ആരംഭിക്കാം. അപ്പൊ നമ്മൾ ഓർക്കും, ആർട്ടിക്കിൾ 67 പ്രകാരം വൈസ് പ്രസിഡന്റ് നീക്കം ചെയ്യാനുള്ള പ്രമേയം എവിടെ ആരംഭിക്കാൻ പറ്റുള്ളൂ? അത് രാജ്യസഭയിൽ മാത്രമേ ആരംഭിക്കാൻ പറ്റുള്ളൂ. ഭരണഘടനാ ലംഘനം, അത് കാണുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിക്കും, പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഏക കാരണമാണ് ഭരണഘടനാ ലംഘനം. ഇനിഷ്യേറ്റിംഗ് ഹൗസ് ഏത് സഭയിലാണ് ആരംഭിക്കുന്നത്? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹൗസ്. ഓക്കെ, ഇനിഷ്യേറ്റിംഗ് ഹൗസ് പ്രമേയം ആരംഭിക്കുന്ന സഭയെങ്കിൽ മറ്റേ സഭയെ വിളിക്കുന്നവരാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹൗസ്. ആ സഭയാണ് പ്രസിഡന്റ് വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ ആരോപിതമായിരിക്കുന്ന കുറ്റത്തെ പറ്റി അന്വേഷിക്കുന്ന സഭ. 1/4 മെമ്പേഴ്സ്, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, മൊത്തം ഏത് സഭയിലാണോ ആരംഭിക്കുന്നത് ആ സഭയിലെ 4/1 അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ്. 14 ദിവസം, അത് കാണുമ്പോൾ മനസ്സിലാവും, ആ നോട്ടീസ് നൽകി 14 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രമേയം ആരംഭിക്കാൻ പറ്റത്തുള്ളൂ. ഇത്തരത്തിലെ മൈക്രോ നോട്ടുകൾ തയ്യാറാക്കാം. നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ നോട്ട്സിനെ ബേസ് ചെയ്തും പ്രസിഡന്റിനെ പറ്റിയുള്ള ഒരു മൈക്രോ നോട്ട് തയ്യാറാക്കുക. നിങ്ങളുടെ കൈവശമുള്ള റാങ്ക് ഫയലുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പോയിന്റുകളും മൈക്രോ നോട്ടായിട്ട് അവിടെ ആഡ് ചെയ്യുക. ഓക്കെ, നോട്ട്സ് മൊത്തം എഴുതാൻ നിൽക്കരുത്, മൈക്രോ നോട്ടായിട്ട് മാത്രം എഴുതുക. പിന്നെ നിങ്ങൾ ഏത് മാത്രം വായിച്ചാൽ മതി? ഈ മൈക്രോ നോട്ട് മാത്രം വായിച്ചാൽ മതി. ഈ മൈക്രോ നോട്ട് വായിക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഇതിനെപ്പറ്റി മനനം ചെയ്യുകയാണ് എന്ന് മാത്രമല്ല, ഇതുകൊണ്ടുള്ളൊരു വലിയ ഗുണം, പരീക്ഷയുടെ തലയാഴ്ച നമ്മൾ മൊത്തം കാര്യങ്ങളും ഒന്ന് റിവിഷന് വേണ്ടി വെച്ചേക്കാം.
2500 പേജുള്ള റാങ്ക് ഫയല് റിവൈസ് ചെയ്യാൻ പറ്റൂ ഈ സമയം കൊണ്ട്? ഇല്ല. ഈ മൈക്രോ നോട്ട് ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് അത് റിവിഷൻ നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള മാർഗമാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ കുറുക്കു വഴികളില്ല, എളുപ്പ വഴികളില്ല. നേരായിട്ടുള്ള 3 വഴികളുണ്ട്. ഒന്ന്, പഠിത്തത്തെ ഏറ്റവും ഉത്സാഹത്തോടു കൂടി ചെയ്യുക. പഠനം ഏറ്റവും കൂടുതൽ ഉത്സാഹത്തോടു കൂടി, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു പ്രവൃത്തിയായിട്ട് ചെയ്യുക. പഠിത്തത്തെ നിങ്ങളുടെ ഹോബിയാക്കുക. വിജ്ഞാന ശേഖരണത്തെ സ്റ്റാമ്പ് ശേഖരണം പോലെ ഒരു ഹോബിയാക്കി മാറ്റുക. 2, പഠിച്ച കാര്യങ്ങൾ മനനം ചെയ്യുക. 3, പഠിച്ചത് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞാനിപ്പോൾ തന്ന ഈ ചെറിയ ഉപദേശം നിങ്ങളുടെ ലക്ഷ്യോന്മുഖമായ പ്രയാണത്തിൽ, നിങ്ങളുടെ കേരള PSC നടത്തുന്ന പരീക്ഷ ജയിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഉദ്യമത്തിൽ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.